എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. +1 മാത്തമാറ്റിക്സിൽ എക്സാം സ്പെഷ്യൽ, പബ്ലിക് എക്സാം സ്പെഷ്യലായിട്ട് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് 100% പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരം ആവർത്തിക്കപ്പെടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ്, ഒരു സീക്വൻസ് വന്നിട്ടുണ്ട് 2 4 എക്സെട്ര ഈസ് 128. അപ്പോൾ ഈ സീക്വൻസിനകത്ത് എത്രാമത്തെ ടേം ആണ് 128? അപ്പോൾ ഇത് ജോമെട്രിക് സീക്വൻസ് ആണ്. അതിനകത്ത് എത്രാമത്തെ ടേം ആണ് 128 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജോമെട്രിക് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. ആ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ആണ് കോമൺ റേഷ്യോ. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എടുക്കുമ്പോൾ എന്താണ് കിട്ടുക? കോമൺ റേഷ്യോ R is equal to T2 by T1, 2√2 by 2. 2 കട്ടായാൽ √2 കിട്ടും. ശരിയല്ലേ? ഈ √2 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. 2√2ൻ്റെ കൂടെ √2 ഗുണിച്ചാൽ 4 കിട്ടും. കാരണം √2 × √2 ആവും, 2 × 2 4 ആവും. അപ്പം നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 4√2 ആയിരിക്കും. ശരിയല്ലേ? ദെൻ ഹിയർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പോൾ ഇങ്ങനെ എഴുതി പോയി എത്രാമത്തെ ടേം ആണ് 128 എന്നാണ് ചോദ്യം. അപ്പോൾ എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? nth ടേം ആയിട്ട് എടുക്കണം. എന്നിട്ട് n-ന്റെ വില കണ്ടുപിടിച്ചാൽ എന്തായി? എത്രാമത്തെ ടേം ആണ് എന്ന ചോദ്യത്തിന് ഉത്തരവായി. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഈ 128നെ എന്തായിട്ട് എടുക്കുകയാണ്? nth ടേം ആയിട്ട് എടുക്കുകയാണ്. ലെറ്റ് nth ടേം ഇസ് ഈക്വൽ ടു 128. nth ടേം എന്താണ്? nth ടേം ഓഫ് എ ജോമെട്രിക് സീക്വൻസ് എന്ന് പറയുന്നത് AR⁻n−1 ആണ്, ഈക്വൽ ടു 128. ജോമെട്രി പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ nth ടേം തന്നെയാണ്. nth ടേം ഓഫ് എ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്നത് AR⁻n−1. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ, അതായത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അടിപൊളിയായിട്ട് പഠിച്ചോണം. പിന്നെ സമ്മിൻ്റെ ഇക്വേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. കോമൺ റേഷ്യോ <1 ആകുമ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, കോമൺ റേഷ്യോ greater than 1 ആകുമ്പോൾ ഇക്വേഷൻ ഉണ്ട്. <1 ആണെങ്കിൽ A × 1−r⁻n/1 - r ഉം, greater than 1 ആണെങ്കിൽ A × r⁻n−1/r−1 ഉം. അതും പക്കയായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ നമ്മുടെ ജോമെട്രിക് മീൻ √AB, അതും ഓർത്ത് വെക്കുക. അത്രയും ഇക്വേഷൻസ് ആണ് ജിയോമെട്രിക് പ്രോഗ്രഷന് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് എല്ലാവരും ഉണ്ടല്ലേ? ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ റേഷ്യോ ഉണ്ട്, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ടേമിന് പകരം 2, കോമൺ റേഷ്യോന് പകരം √2 ഈക്വൽ ടു 128. അപ്പോൾ 2 ഇവിടെ മൾട്ടിപ്ലൈഡ് ആണ്, അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ എന്താണ് വരിക? √2 ഈക്വൽ ടു 128/2. 128ൻ്റെ പകുതി എന്താണ്? 64. 128ൻ്റെ പകുതി എന്താണ്? 64. ശരിയല്ലയോ? ഈ 64നെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2�6 എന്ന് എഴുതാം. 2�6. 64 എന്താണ്? 2�6 ആണ്. ശരിയല്ലേ? അതായത് √2n−1 ഈക്വൽ ടു 2�6 എന്നാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. √2n−1 ഈക്വൽ ടു 2�6. അപ്പോൾ ഇവിടെ √2 ആണ്. ഇപ്പുറം കൂടെ √2 ആക്കിയാൽ എനിക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ബേസ് നമ്പേഴ്സ് സെയിം ആണെങ്കിൽ പവറുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം ഈ വെറും 2നെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? വെറും 2നെ എനിക്ക് വേണമെങ്കിൽ √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2നെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. കാരണം √2 സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് കിട്ടുക? 2 ആണ് കിട്ടുക. ശരിയല്ലേ? √2 × √2 എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ വെറും 2നെ ഞാൻ എങ്ങനെ എഴുതുന്നു? √2ൻ്റെ സ്ക്വയർ എന്ന് എഴുതുന്നു. √2ൻ്റെ സ്ക്വയർ. ഓൾറെഡി അതിൻ്റെ പവറിൽ ആര് കിടപ്പുണ്ട്? 6 കിടപ്പുണ്ട്. ശരിയല്ലയോ? ഈ 2ന് പകരം ഞാൻ √2ൻ്റെ സ്ക്വയർ കൊടുത്തു. ഓൾറെഡി പവറിൽ ആര് കിടപ്പുണ്ട്? 6 കിടപ്പുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. A⁻m⁻n എന്ന് പറയുന്നത് A⁻m × n ആണ്. ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് ഈ പവറുകൾ തമ്മിൽ ഗുണിക്കാം. 2 × 6. √2 2 × 6 എന്ന് പറയുന്നത് എന്താണ്? 12. ശരിയാണല്ലോ? ഇനി നിങ്ങൾ നോക്കിയേ, √2n−1 ഈക്വൽ ടു √212. √2n−1 ഈക്വൽ ടു √212. ബേസ് നമ്പറുകൾ സെയിം ആണ്. അതായത് A⁻m ഈക്വൽ ടു A⁻n ആണെങ്കിൽ ഈ m-ഉം n-ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് ഈ n-1ഉം 12ഉം കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക?
n-1 ഈക്വൽ ടു 12, n ഈക്വൽ ടു -1 ഇപ്പുറം വരുമ്പോൾ 12 + 1, n ഈക്വൽ ടു എന്താണ് 12 + 1 ഈക്വൽ ടു 13. സോ n ഈസ് ഈക്വൽ ടു എന്താണ് 13. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സീക്വൻസ് എഴുതി പോകുമ്പോൾ 13ാമത് എഴുതുന്ന ടേം ആയിരിക്കും എന്ത് 128. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജോമെട്രി പ്രോഗ്രഷൻ ഈസ് 16. GPയുടെ ആദ്യത്തെ 3 ടേം ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR². ശരിയാണല്ലോ. ആൻഡ് നെക്സ്റ്റ് 3 ടേംസ് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത 3 കൂടെ എഴുതി വയ്ക്കാം. അടുത്ത 3 AR³, AR⁴, AR⁵. ഇങ്ങനെയാണ് ജനറൽ ടേംസ് എഴുതി പോവാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ A+D, A+2D, A+3D അങ്ങനെ പോവും. ജോമെട്രി പ്രോഗ്രഷൻ ആണെങ്കിൽ AR, AR², AR³, AR⁴, AR⁵ ആ രീതിയിൽ പോവും. ശരിയല്ലേ? കോമൺ റേഷ്യോ ഗുണിച്ചിട്ടാണ് പോവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ ശ്രദ്ധിച്ചിരിക്കുക. സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 പേരെ തമ്മിൽ കൂട്ടുമ്പോൾ 16 ആണ്. അതായത് A+, AR+, AR² ഈക്വൽ ടു 16. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് 3 ടേംസിൽ നിന്നും A പുറത്തെടുക്കാം. അപ്പം A × 1 + R+, R² ഈക്വൽ ടു 16, ഇക്വേഷൻ നമ്പർ 1. The sum of next 3 terms is 128. അടുത്ത 3 പേരെ കൂട്ടുമ്പോൾ 128. അതായത് AR³ AR⁴ AR⁵ കൂടെ കൂട്ടുമ്പോൾ 128. ഇവിടുന്ന് ആരെ പുറത്തെടുക്കാം? ഇവിടുന്ന് AR³ പുറത്തെടുക്കാം. ശരിയല്ലേ? AR³ പുറത്തു വന്നാൽ എന്താണ് വരിക? ഇവിടുന്ന് AR³ പോയാൽ 1, AR³ പോയാൽ ബാക്കി 6 ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഒരു A പോയി R⁴ നിന്ന് R³ പോയാൽ ബാക്കി 6 ഉണ്ടാവും. ഇവിടെ R² ഉണ്ടാവും. ശരിയല്ലേ? AR⁵ നിന്ന് AR³ പോയാൽ A പുറത്തു വന്നു, ബാക്കി R⁵ നിന്ന് R³ പോയാൽ ബാക്കി R². ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു 128, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ Aയും 1 + R + R² കട്ടാവും. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് AR³ × 1 + R + R² ബൈ A × 1 + R + R² ഈക്വൽ ടു, ഇപ്പോൾ ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ഹരിച്ചു, റൈറ്റ് സൈഡുകൾ തമ്മിൽ ഹരിക്കുമ്പം 128/16. 128/16 എന്ന് പറയുന്നത് 8 ആണ്. ശരിയല്ലേ? Aയും ക്യാൻസൽ ആവും. 1 + R + R²ഉം 1 + R + R² ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? ബാക്കി ഇവിടെ R³ മാത്രമേ ഉള്ളൂ. R³ = 8. ദിസ് ഇംപ്ലൈസ് R = 8ന്റെ ക്യൂബ് റൂട്ട്. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 2. 8ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 2. ക്യൂബ് അപ്പുറം പോകുമ്പോൾ ക്യൂബ് റൂട്ട് ആവും. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. കാരണം 2ന്റെ ക്യൂബാണ് 8 വരെ. സോ R = എന്ത് കിട്ടി? 2. അഥവാ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2. അതാണ് അവർ ആദ്യം ചോദിച്ചേക്കുന്നത്. ഡിറ്റർമിൻ ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ റേഷ്യോ. അപ്പം ഈ കോമൺ റേഷ്യോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി അവർ ഒരാളെയും കൂടെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഫസ്റ്റ് ടേമിനെയും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കോമൺ റേഷ്യോയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? ശ്രദ്ധിച്ചേ. സോ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? A × 1 + R+. R പകരം കോമൺ റേഷ്യോയ്ക്ക് പകരം 2 കൊടുക്കാം. എന്ത് വരും? 1 + 2 + R² എന്ന് പറയുമ്പോൾ ഇവിടെ 2ന്റെ സ്ക്വയർ എന്താണ്? 4 ഈക്വൽ ടു 16. സോ A × 4 × 6 1 7. ശരിയല്ലേ? A × 7 ഈക്വൽ ടു 16. അവിടുന്ന് A = 16/7. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 16/7. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ച ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചു, കോമൺ റേഷ്യോയും കണ്ടുപിടിച്ചു. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഈ 2 ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.
സോ നമുക്ക് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻസിലെ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നോർമൽ ഫോം പോലെയുള്ള ആൾക്കാരെയൊക്കെ ഡിലീറ്റഡ് ടോപ്പിക് ആക്കിയത് കൊണ്ട് എക്സാമിന് 100% ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രണ്ട് ടോപ്പിക്കാണ് ഇന്റർസെപ്റ്റ് ഫോമും പോയിന്റ് സ്ലോ ഫോമും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 100% പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് സ്ലോ ഫോം. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ടാമത് എഴുതിയിട്ടിരിക്കുന്നത്. ആദ്യത്തെ ഇന്റർസെപ്റ്റ് ഫോമിലെ ക്വസ്റ്റ്യൻ ആണ്. നേരിട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്ന ടോപ്പിക്കാണ്. മസ്റ്റായിട്ട് ഒഴിവാക്കാതെ പഠിക്കണം. ഓക്കെ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ഇന്റർസെപ്റ്റ്സ് -2 and 3 ഓൺ എക്സ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അതായത് നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. എക്സ് ഇന്റർസെപ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എ ആണ് -2. വൈ ഇന്റർസെപ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ബി ആണ്, അത് 3 തന്നിട്ടുണ്ട്. ഇന്റർസെപ്റ്റ് ഫോം എന്താണ്? അക്കോർഡിംഗ് ടു ഇന്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? x/a പ്ലസ് y/b ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഇന്റർസെപ്റ്റ് ഫോം. അതായത് x/-2 പ്ലസ് y/3 ഈക്വൽ ടു 1. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3x -2 into y -2y by -2 into 3 -6 equal to 1. So 3x -2y equal to -6 into 1 -6 ഇപ്പുറം എടുത്താൽ 3x -2y plus 6 equal to 0. 3x -2y plus 6 equal to 0 ആണ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, then find equation of a line പാസിംഗ് ത്രൂ -4 3 വിത്ത് സ്ലോപ്പ് 1/2. അപ്പോൾ നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? x0 y0 ഈക്വൽ ടു -4 3 ആൻഡ് സ്ലോപ്പ് m ഈക്വൽ ടു 1/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു പോയിന്റ് സ്ലോപ്പ് ഫോം, പോയിന്റ് സ്ലോപ്പ് ഫോം അനുസരിച്ച് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y minus y0 equal to m into x minus x0. ശരിയല്ലേ? സോ y minus y0 എന്ന് പറയുന്നത് എന്താണ്? 3 ഈക്വൽ ടു m എന്ന് പറയുന്നത് 1/2, x minus x0 എന്ന് പറയുന്നത് എന്താണ്? -4. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടും. സോ y minus 3, ഇവിടെ ഒരു /2 ഉണ്ട്, അതിങ്ങോട്ട് ക്രോസ് ചെയ്യാം. 2 into y minus 3 ശരിയല്ലേ? 2 into y minus 3 ഈക്വൽ ടു എക്സ് 2 മൈനസ് ചേർന്ന് +4 ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 2y - 6 ഈക്വൽ ടു എക്സ് +4. സോ എക്സ് ഉണ്ട്, +2y ഇപ്പുറം പോകുമ്പോൾ -2y, ഓൾറെഡി അവിടെ ഒരു +4 ഉണ്ട്. -6 ഇപ്പുറം വരുമ്പോൾ +6 ഈക്വൽ ടു 0. So x minus 2y plus 10 equal to 0. x minus 2y plus 10 equal to 0 ആണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്റർസെപ്റ്റ് ഫോമിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നോർമൽ ഫോം ഡിലീറ്റഡ് ആണ്. കുറച്ച് ടഫായിട്ട് സാധാരണ വിദ്യാർത്ഥികൾ പറയുന്ന ടോപ്പിക്കാണ് നോർമൽ ഫോം. അതെന്തായാലും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 100% പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് പോയിന്റ് സ്ലോ ഫോം ആണ്. y - y0 ഈക്വൽ ടു m into x - x0. അതൊരിക്കലും ഒഴിവാക്കാതെ പഠിക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്നും പബ്ലിക് എക്സാമിന് നമുക്ക് ഏറ്റവും കൂടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമുക്ക് കിട്ടും. ഒരു വീഡിയോ തന്നെ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, 20 മിനിറ്റിന് താഴെ മാത്രമേ ഞാൻ നിർത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാനും എളുപ്പമാണ്. ഒരൊറ്റ വാച്ചിങ്ങിലൂടെ ഒരു 5-6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതായത് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളെ കിട്ടും. ആൻഡ് അതിൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോൾ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടും. അങ്ങനെ നമുക്ക് അടിപൊളി സ്കോർ നേടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ചെറിയ വീഡിയോസാണ്, അടിപൊളിയായിട്ട് കണ്ട് ഈസി ആയിട്ട് പഠിച്ചോണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഓൺ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 2 3. അതായത് കോർഡിനേറ്റ് ആക്സിസിൽ ഇത് ഈക്വൽ ആയിട്ടാണ് ഇന്റർസെപ്റ്റ് അടിക്കുന്നത്. അതായത് ശ്രദ്ധിച്ചിരിക്കുക, ഇതിപ്പോൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എ ആണ്, ഇത് നമ്മുടെ ലൈനാണ് കേട്ടോ. എക്സ് ഇന്റർസെപ്റ്റ് എ ആണെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് ബി ആണെന്ന് വിചാരിക്കുക. ഈ എയും ബിയും സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് എക്സ് ഇന്റർസെപ്റ്റ് എ ആണെന്നുണ്ടെങ്കിൽ
വൈ ഇന്റർസെപ്റ്റ് എ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് കട്ടിങ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് എ ആണെന്നുണ്ടെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് എ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം അനുസരിച്ച് ലൈൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ആണ്. ബിക്ക് പകരം എ തന്നെ കൊടുത്താൽ മതി, കാരണം ഈക്വൽ ഇന്റർസെപ്റ്റ് എന്നല്ലേ പറയുന്നത്. ഈക്വൽ ടു 1, അതായത് എക്സ് പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1. അവിടെ നിന്ന് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ കിട്ടും. ശരിയല്ലേ? ഇനിയാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് അല്ല, ഒരു ക്ലൂ. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് 2, 3. നമുക്കറിയാം പോയിന്റ് സാറ്റിസ്ഫൈസ് ദ ലൈൻ ആണ്. അപ്പോൾ ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എക്സിന് പകരം കൊടുക്കാം, പോയിന്റിലെ വൈ കോർഡിനേറ്റ് ഇവിടെ വൈക്ക് പകരം കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടേക്കാം. പോയിന്റ് സാറ്റിസ്ഫൈസ് ദ ലൈൻ അനുസരിച്ച് എക്സിന് പകരം എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള 2 കൊടുക്കാം, വൈക്ക് പകരം വൈ കോർഡിനേറ്റ് ആയിട്ടുള്ള 3 കൊടുക്കാം, ഈക്വൽ ടു എ. അതായത് 5 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എ. ഈ 5 ഈക്വൽ ടു എ എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ therefore ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് ലൈൻ കോമ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്ക് പകരം 5 കൊടുക്കാം. ഓക്കെ, 5 ഇപ്പുറം എടുത്താൽ എക്സ് പ്ലസ് വൈ മൈനസ് 5 ഈക്വൽ ടു 0 ഇസ് ദി ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സ്ട്രൈറ്റ് ലൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടി. അങ്ങനെ ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് മുമ്പ് മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടിപൊളിയായിട്ട് കണ്ട് സൂപ്പറായിട്ട് പഠിക്കുക കേട്ടോ. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.